ഓർഗനൈസേഷണൽ ചാർട്ട്, ചാർട്ട്സ്, വേർഡ് ആർട്ട്, ഇങ്ങനെ 3 ടോപ്പിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഓർഗനൈസേഷണൽ ചാർട്ട്. എന്താണ് ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്നത്? ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ ഒരു പിക്ചറലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ, അതിനെയാണ് ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഹെഡ് ആരാണ്, ഹെഡിന് താഴെയായിട്ട് ആരാണ് വരിക, സബായിട്ട് ആരാണ് വരിക, അയാളെ അസിസ്റ്റ് ചെയ്യാൻ വേറെ ആരാണ് വരുന്നത്, അങ്ങനെ ആ ഒരു സ്ട്രക്ചർ കാണിക്കുന്നതാണ് ഓർഗനൈസേഷണൽ ചാർട്ട്. അതായത് ആ സ്ട്രക്ചറിൻ്റെ വിഷ്വൽ പ്രസൻറ്റേഷനാണ് ഓർഗനൈസേഷണൽ ചാർട്ട് വഴി നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ആണ് ഒരു എക്സാമ്പിൾ. ഓർഗനൈസേഷണൽ ചാർട്ടിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും തലപ്പത്തിരിക്കുന്നത്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിന് താഴെ വരുന്നവരാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ദെൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് സബായിട്ട് വൈസ് പ്രസിഡൻറ്റ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ദെൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിന് സബായിട്ട് വേറെയും ചിലർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്നത്. ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണല്ലോ ഇത്, വിഷ്വൽ പ്രസൻറ്റേഷൻ ആണല്ലോ ഇത്. നോക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് പവർ പോയിൻറ്റിൽ ഇങ്ങനെ ഒരു ഓർഗനൈസേഷണൽ ചാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻസേർട്ട് എന്ന ടാബ് ഉണ്ടല്ലോ, അതിൽ ഇൻസേർട്ട് ടാബ് എടുത്താൽ അതിന് സൈഡിലായിട്ട് ഇല്ലസ്ട്രേഷൻസ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്മാർട്ട് ആർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതായത് ഇൻസേർട്ട് ടാബിൽ ഇല്ലസ്ട്രേഷൻസ് ഗ്രൂപ്പിൽ സ്മാർട്ട് ആർട്ട് എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ആ ഒരു വിൻഡോ ഫിഗറാണ് ഇത്. ഇൻസേർട്ട് എന്ന ഓപ്ഷൻ എടുത്തു, അതിൽ ഇല്ലസ്ട്രേഷൻസ് എന്ന ഗ്രൂപ്പ്, ഇമേജ് എന്നൊരു ഗ്രൂപ്പുണ്ട്, ടേബിൾ എന്ന ഗ്രൂപ്പുണ്ട്, ഇല്ലസ്ട്രേഷൻസ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ ഇല്ലസ്ട്രേഷൻ ഗ്രൂപ്പിൽ ഏത് സെലക്ട് ചെയ്തു? ഇല്ലസ്ട്രേഷൻ ഗ്രൂപ്പിൽ ഷേപ്സ് ഉണ്ട്, സ്മാർട്ട് ആർട്ട് ഉണ്ട്, ചാർട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഇല്ലസ്ട്രേഷൻ ഗ്രൂപ്പിൽ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? സ്മാർട്ട് ആർട്ടാണ് സെലക്ട് ചെയ്യുന്നത്. സ്മാർട്ട് ആർട്ടാണ് നമ്മൾ എടുക്കുന്നത്. സ്മാർട്ട് ആർട്ട് സെലക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത്, സ്മാർട്ട് ആർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ വരും. ചൂസ് എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ഗാലറി എന്ന് പറയുന്ന ഒരു വിൻഡോ വരും. ഓക്കെ, ചൂസ് എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ഗാലറി എന്നൊരു വിൻഡോ വരും. ആ വിൻഡോയ്ക്കകത്ത് ഹൈറാർക്കി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡിൽ. ആ ഹൈറാർക്കി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഹൈറാർക്കി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ലേഔട്ട്സ് ഉണ്ടാവും. ഓർഗനൈസേഷൻ ചാർട്ടിൻ്റെ ഡിഫറെൻറ്റ് ലേഔട്ട്സ്, അതായത് ഡിഫറെൻറ്റ് രീതിയിൽ ഓർഗനൈസേഷണൽ ചാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ലേഔട്ട്സ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് ഏത് ലേഔട്ടാണോ വേണ്ടത്, എങ്ങനെയുള്ള ഓർഗനൈസേഷണൽ ചാർട്ടാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, അതായത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിൻ്റെ വിൻഡോ ആണിത്. അതായത് ഇൻസേർട്ട് ടാബിൽ നമ്മൾ ഇല്ലസ്ട്രേഷൻ ഗ്രൂപ്പിൽ സ്മാർട്ട് ആർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്താൽ വരുന്ന ചൂസ് എ സ്മാർട്ട് ആർട്ട് ഗാലറി എന്ന ഓപ്ഷനാണ്, എന്നൊരു വിൻഡോ ആണ് ഇത്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഹൈറാർക്കി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹൈറാർക്കി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേഔട്ട്സ് ഉണ്ടായിരിക്കും, കണ്ടില്ലേ. സ്മാർട്ട് ആർട്ടിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചാർട്ടിൻ്റെ ഡിഫറെൻറ്റ് ലേഔട്ട്സ് ആണ്. അതിൽ നമുക്ക് ഏതാണോ വേണ്ടത്, ഏത് രീതിയിലുള്ള ഡിഫറെൻറ്റ് ലേഔട്ട്സ് ഉണ്ട്, അതിൽ ഏത് ലേഔട്ടാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കാം. റൈറ്റ് സൈഡിൽ താഴെയായിട്ടുണ്ടല്ലോ ഓക്കെയും ക്യാൻസലും, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്ത ഓർഗനൈസേഷൻ ചാർട്ടിൻ്റെ ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ സ്ലൈഡിനകത്ത് വരും. ഓക്കെ,
ദെൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യണ്ടേ. അത് ഒരു ടെക്സ്റ്റ് ബോക്സുകളായിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ഒരു ടെക്സ്റ്റ് ബോക്സുകളായിട്ടാണല്ലോ അതിൽ വരുന്നത്. അതിനകത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. ഹെഡ് ആരാണ്, അതിൻ്റെ സബ്ബായിട്ട് വരുന്ന ആരാണ് നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മെത്തേഡ്സാണ് ഉള്ളത്. ഓക്കെ, അതിനകത്ത് ടൈപ്പ് ചെയ്യാൻ 3 മെത്തേഡ്സാണുള്ളത്. അതിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു വിഷ്വൽ പ്രസൻറ്റേഷനിൽ അല്ലെങ്കിൽ ആ വന്നിട്ടുള്ള ആ ഒരു ലേ ഔട്ടിൽ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും മുകളിലത്തെ ബോക്സിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഏറ്റവും മുകളിലെ ബോക്സിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അതിൽ ടൈപ്പ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് എത്ര ബോക്സസ് വേണോ അത്രയും ബോക്സസ് ആഡ് ചെയ്ത ശേഷം മാത്രം ടൈപ്പ് ചെയ്യാൻ തുടങ്ങുക. അതായിരിക്കും കൂടുതൽ എളുപ്പം. ഓക്കെ, ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ടൈപ്പ് ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. ഇതാണ് ഒരു ചെറിയ റെപ്രസെൻറ്റേഷനാണിത്. ഇങ്ങനെ ടെക്സ്റ്റ് ബോക്സസ് ആയിട്ട് ഇതിലിപ്പോൾ 4 ടെക്സ്റ്റ് ബോക്സസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. എന്താ ചെയ്തത്, ഒന്ന് ക്ലിക്ക് ചെയ്തു, ആ ടെക്സ്റ്റ് ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്തു, അതിൽ ടൈപ്പ് ചെയ്തു. എന്താണ് ടൈപ്പ് ചെയ്തത്, മാനേജർ എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അതാണ് ആദ്യത്തെ മെത്തേഡ്. ഇതിന് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിലായിട്ട് ടൈപ്പ് യുവർ ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞൊരു വിൻഡോ ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് ഫില്ലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് യുവർ ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞൊരു വിൻഡോ സൈഡിൽ വരും. ഓക്കെ, ആ വിൻഡോയ്ക്കകത്ത് നമ്മൾ എത്ര ടെക്സ്റ്റ് ബോക്സ്, ഇപ്പോൾ 4 ടെക്സ്റ്റ് ബോക്സ് അല്ലേ ആ ഫിഗറിലുള്ളത്, ആ ഒരു ലേ ഔട്ടിലുള്ളത്. അപ്പോൾ ആ ടൈപ്പ് യുവർ ടെക്സ്റ്റ് ഹിയർ എന്ന വിൻഡോൻ്റെ ഉള്ളിൽ 4 ബുള്ളറ്റ്സ് ഉള്ള 4 പോയിൻറ്റ്സ് വരും, ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് നമുക്ക് ഏറ്റവും ഹെഡാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ വിൻഡോയിൽ കാണാം ടൈപ്പ് യുവർ ടെക്സ്റ്റ് ഹിയർ എന്ന വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് തൊട്ട് താഴെയുള്ളതിൽ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് അവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ ലേ ഔട്ടിനകത്ത് ആ ടെക്സ്റ്റ് വരുന്നു. അപ്പോൾ അവിടെ മാനേജർ എന്ന് ടൈപ്പ് ചെയ്തത് എന്ത് ചെയ്തു, ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വേറൊരു ലൊക്കേഷനിൽ നിന്ന് കോപ്പി ചെയ്യുക, അതിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, ആ ടെക്സ്റ്റ് ബോക്സിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ വേർഡിൽ ടൈപ്പ് ചെയ്താണെങ്കിൽ വേർഡിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് മാനേജർ എന്ന് നമ്മൾ വേർഡിൽ കോപ്പി ചെയ്തു, അവിടുന്ന് മാനേജർ എന്ന് നമ്മൾ വേർഡിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെന്ത് ചെയ്യുക, വേർഡിൽ നിന്ന് കോപ്പി ചെയ്യുക, ദെൻ ഇവിടെ കൊണ്ടുവന്ന് പവർ പോയിന്റിൽ ഇവിടെ കൊണ്ടുവന്ന് ലേ ഔട്ടിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ 3 രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലേ ഔട്ടിനകത്ത് ഓർഗനൈസേഷൻ ചാർട്ടിനകത്ത് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇനി പുതിയൊരു ബോക്സ് ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചാൽ 4 ടെക്സ്റ്റ് ബോക്സസ് ആണുള്ളത് അല്ലേ. അപ്പോൾ അതുകൂടാതെ വീണ്ടും ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നത്, ഏത് ടെക്സ്റ്റ് ബോക്സിൻ്റെ അടുത്താണോ നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത ശേഷം ഡിസൈൻ ടാബിൽ ആഡ് ഷേപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബോക്സ് വരും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് അതിൻ്റെ വിൻഡോ. അതായത് ഇപ്പോൾ ഈ ഒരു ലേ ഔട്ടിൽ നോക്കൂ, സൂസൻ ആൻഡേഴ്സൺ വൈസ് പ്രസിഡൻറ്റ്, ആ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമുക്ക് പുതിയ ടെക്സ്റ്റ് ബോക്സ് വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു, ആ സൂസൻ ആൻഡേഴ്സൺ വൈസ് പ്രസിഡൻറ്റ് എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത ശേഷം ഡിസൈൻ ടാബിൽ ആഡ് ഷേപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. 2 മാർക്ക് ചെയ്ത് കണ്ടില്ല, വിൻഡോൻ്റെ മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ 2 മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെയാണ് ആഡ് ഷേപ്പ്. അത് സെലക്ട് ചെയ്തു, അത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് വന്നു, പുതിയ ഷേപ്പ് അവിടെ ആഡായി. അതുപോലെ ടൈപ്പ് യുവർ ടെക്സ്റ്റ് ഹിയർ എന്നുള്ള വിൻഡോയിനുള്ളിലും എന്തായി, ഒരു പുതിയ സ്പേസ് വന്നു അല്ലേ, ടൈപ്പ് ചെയ്യാനുള്ള പുതിയ സ്പേസ് വന്നു. അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ആണ് ഓർഗനൈസേഷൻ ചാർട്ടിലുള്ളത്. ദെൻ ചാർട്ട്, രണ്ടാമത്തെ ടോപ്പിക്കാണ് ചാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്നല്ലേ.
അങ്ങനെ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഇൻസേർട്ടിൽ തന്നെ ഇല്ലസ്ട്രേഷൻ ഗ്രൂപ്പിൽ നമ്മൾ സ്മാർട്ട് ആർട്ട് സെലക്ട് ചെയ്യില്ല, അതിൻ്റെ അടുത്തായിട്ട് ചാർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ചാർട്ട് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ചാർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരം ചാർട്ടാണ് വേണ്ടത് എന്നുള്ളത് നമുക്കതിൽ നോക്കുക. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ചാർട്ട് എന്നൊരു വിൻഡോ വരും. അതിനകത്ത് കോളൻ ടൈപ്പ് ഉണ്ട്, ലൈൻ ടൈപ്പ് ഉണ്ട്, പൈ ടൈപ്പ് ഉണ്ട്, ബാർ ടൈപ്പ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഇതിലിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കോളൻ ടൈപ്പാണ്. കോളൻ ടൈപ്പ് സെലക്ട് ചെയ്തപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ക്ലസ്റ്റേർഡ് കോളമായിട്ടുള്ള ഇതുപോലൊരു ചാർട്ടാണ് വരിക. അപ്പോൾ അതവിടെ കാണിച്ചു. അതിനടുത്തായിട്ട് എന്ത് വരും, ഒരു വർക്ക്ഷീറ്റ് വരും. ആ വർക്ക്ഷീറ്റിനകത്താണ് നമുക്ക് ഓരോന്നിനും എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അതായത് ഓരോന്നിനും എത്ര വാല്യൂ ആണ് കൊടുക്കേണ്ടത് എന്ന് കാണിക്കുക. ഇതിനകത്ത് നോക്കൂ, വർക്ക്ഷീറ്റ് കാണിച്ചിട്ടുണ്ട്. ചാർട്ടിന് താഴെയായിട്ട് വർക്ക്ഷീറ്റ് കാണിച്ചിട്ടുണ്ട്. അതിൽ കാറ്റഗറി 1, അതായത് ആദ്യത്തെ ആ ഒരു ഗ്രൂപ്പിന് ബ്ലൂ, ഓറഞ്ച്, ഗ്രേ അല്ലേ, ആദ്യത്തെ ഒരു ഗ്രൂപ്പ് അതാണ്, അതിന് കാറ്റഗറി 1 എന്ന് പറയും. ദെൻ രണ്ടാമത്തെ സെറ്റ് കാറ്റഗറി 2. അത് തന്നെ ആദ്യത്തെ ഗ്രൂപ്പിൽ, അതായത് കാറ്റഗറി 1-ൽ ബ്ലൂ ലൈനാണ് സീരീസ് 1, സെക്കൻഡ് ലൈന് സീരീസ് 2 ആണ്, തേർഡ് ലൈൻ അതായത് ഗ്രേ കാണിച്ചിട്ടുള്ളത് സീരീസ് 3 ആണ്. അപ്പോൾ അതിന് ഓരോന്നിനും എന്തൊക്കെ പോയിൻറ്റ്സ്, എത്ര പോയിൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ആ സീരീസിനകത്ത്, ആ കോളത്തിനകത്ത് എന്ത് ചെയ്യുക, വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ചാർട്ടിൻ്റെ വലിപ്പം, ചാർട്ടിന് ഓരോന്നിൻ്റെയും വലിപ്പം മാറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റായി നമുക്ക് ആ വർക്ക്ഷീറ്റ് ക്ലോസ് ചെയ്ത് കളയാം. ദെൻ വേർഡ് ആർട്ടും ഇതുപോലെ തന്നെ ഇൻസേർട്ട് ടാബിൽ ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്ത് വേർഡ് ആർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗാലറി വരും. ഈ ഗാലറിക്കകത്ത് നമുക്ക് ഇഷ്ടമുള്ള വേർഡ് ആർട്ട് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ടെക്സ്റ്റ് ബോക്സ് വരും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത അതേ ഒരു വേർഡ് ആർട്ടിലുള്ള ഒരു ടെക്സ്റ്റ് അതിനകത്ത് വരും. യുവർ ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞൊരു ഇത് വരും. അതിൽ നമുക്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് എന്താണോ അത് അതിനകത്ത് കൊടുത്താൽ മതി. അതുപോലെ ഡ്രോയിങ് ടൂൾ ഫോർമാറ്റ്സ് എന്നൊരു ടാബ് ഉണ്ട്. അതിലും നമുക്ക് എന്ത് ചെയ്യാം, വേർഡ് ആർട്ട് സ്റ്റൈൽ ഗ്രൂപ്പ് കാണാം. അതിനകത്ത് ടെക്സ്റ്റ് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഫില്ല്, ടെക്സ്റ്റ് ഔട്ട്ലൈൻ, ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ഫില്ലും ടെക്സ്റ്റ് ഔട്ട്ലൈനും ഒക്കെ കളേഴ്സ് കൊടുക്കാനാണ്. നമ്മൾ സെലക്ട് ചെയ്ത വേർഡ് ആർട്ടിന് കളേഴ്സ് ഏതൊക്കെ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. അതായത് ടെക്സ്റ്റ് ഫില്ല് ചെയ്യാനും വേർഡിൻ്റെ ഔട്ട്ലൈൻ, അതായത് ബോർഡറിലൊക്കെ ഏത് കളർ കൊടുക്കണമെന്ന് അതിന് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ഔട്ട്ലൈനും. അതുപോലെ ടെക്സ്റ്റ് എഫക്ട്സ് എന്ന് പറയുന്നത് ഏത് എഫക്റ്റിലാണ് നമ്മുടെ വേർഡ് വരേണ്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡിഫറെൻറ്റ് രീതിയിൽ നമ്മുടെ വേർഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഇതൊരു റെപ്രസെൻറ്റേഷനാണ്, ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്നത്. അതുപോലെ കർവ് പോലെ വരുന്നതുണ്ടാവും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നതുണ്ടാവും. അത് ഏത് വേണം എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ടെക്സ്റ്റ് എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഏതാണോ വേണ്ടത്, ടെക്സ്റ്റ് എഫക്റ്റിൽ ഏത് ടെക്സ്റ്റ് എഫക്റ്റ് ആണോ കൊടുക്കേണ്ടത് വെച്ചാൽ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് എഫക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ഉണ്ട്, വേറെ ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം കേട്ടോ. മുകളിൽ ഷാഡോ, റിഫ്ലക്ഷൻ, ഗ്ലോ, ബിവൽ, 3D റൊട്ടേഷൻ, ട്രാൻസ്ഫോം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഫക്ട്സ് ഉണ്ട്. അതിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഏതാണ്, ട്രാൻസ്ഫോം ആണ്. അതിൽ ഫോളോ പാത്ത് എന്ന ഓപ്ഷനകത്തുള്ള ഒരു എഫക്റ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ കണ്ടോ, റൗണ്ടായിട്ട് വന്നു. നമ്മൾ സെലക്ട് ചെയ്ത് എഫക്റ്റ് ചെയ്താണോ അതുപോലെ നമ്മുടെ വേർഡ് വന്നു. നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേർഡ് ആർട്ട് ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് 2010 എന്നാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ടെക്സ്റ്റ്. അപ്പോൾ അത് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ വന്നു. ഇതാണ് ഒരു എഫക്റ്റ്, ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്.